നമസ്കാരം. മധുരം സുഹൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹ്രീം നമ ശിവായ. സർവം ശ്രീ രാധേ കൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ശിവപ്രീതിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്ന ധാരാളം വ്രതങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനവും ഏറ്റവും ലളിതമായിട്ടുള്ള വ്രതമാണ് പ്രദോഷവ്രതം. എല്ലാ മാസവും ത്രയോദശി തിഥി വരുന്ന ദിവസത്തെയാണ് നമ്മൾ പ്രദോഷമായി കണക്കാക്കുന്നത്, അല്ലേ? ഈ 2025 സെപ്റ്റംബർ മാസം 19 തീയതി വരുന്ന പ്രദോഷത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതിനെ ശുക്രപക്ഷ പ്രദോഷം എന്നാണ് പറയുന്നത്. ശുക്രഗ്രഹത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന പ്രദോഷം, അതായത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുന്ന പ്രദോഷം എന്നാണ് പറയുന്നത്. എല്ലാ സ്ത്രീകളും ഈ ശുക്രപക്ഷ പ്രദോഷ വ്രതം അനുഷ്ഠിക്കണമെന്നാണ് പറയുന്നത്. ഇതിലൂടെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം നമ്മുടെ ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുവരാനും അതിലൂടെ കുടുംബത്തിൻ്റെ ഐക്യവും സാമ്പത്തിക ഉന്നമനവും സമാധാനവും ഐശ്വര്യപ്രദമായ ഒരു ജീവിതം നയിക്കാനും സാധിക്കുകയും ചെയ്യും. ദോഷത്തെ ഇല്ലാതാക്കുക എന്നതാണ് പ്രദോഷം കൊണ്ട് അർത്ഥമാക്കുന്നത്. സന്ധ്യയ്ക്ക് ത്രയോദശി തിഥി വരുന്ന ദിവസമാണ് പ്രദോഷമായി കണക്കാക്കുന്നത്. ദേവിക്ക് പൗർണമി ദിനം പോലെ, ഗുരുവായൂരപ്പന് ഏകാദശി പോലെയാണ് മഹാദേവന് പ്രദോഷ ദിനം. പ്രദോഷ സന്ധ്യയിൽ പാർവതി ദേവിയുടെ സാന്നിധ്യത്തിൽ ശിവഭഗവാൻ നടരാജനായി നൃത്തം ചെയ്യുകയും ആ സമയത്ത് സകല ദേവീ ദേവന്മാരും അവിടെ സന്നിഹിതരായിരിക്കും. പ്രദോഷവ്രതാനുഷ്ഠാനത്തിലൂടെ എല്ലാ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. ശിവപാർവതിമാർ ഏറ്റവും പ്രസന്നരായിരിക്കുന്ന പ്രദോഷസന്ധ്യയിലെ ശിവക്ഷേത്ര ദർശനം പുണ്യദായകമാണ്. വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി അവനവന് സാധിക്കുന്ന രീതിയിലുള്ള വഴിപാടുകൾ നടത്തുന്നതും അതിവിശിഷ്ടമാണ്. പ്രദോഷ സന്ധ്യയിൽ പ്രത്യേകിച്ച് 6:20 മുതൽ 8:42 വരെയുള്ള സമയമാണ് അതിപ്രധാനം. ഈ സമയത്ത് ശിവപഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ ജപിക്കേണ്ടതാണ്. കുറഞ്ഞത് 108 തവണയെങ്കിലും ജപിക്കേണ്ടതാണ്. എത്രയധികം ജപിക്കുന്നുവോ അത്രയധികം ശ്രേയസ്കരമാണ്. ശിവപുരാണം പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ്. ഇനി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. പ്രദോഷത്തിൻ്റെ തലേന്ന് മുതൽ വ്രതം ആരംഭിക്കേണ്ടതാണ്. തലേന്ന് ഒരിക്കലൂണ് നിർബന്ധമാണ്. പ്രദോഷ ദിനത്തിൽ രാവിലെ ശിവപഞ്ചാക്ഷരി ജപത്തോടെ ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളത്തില കൊണ്ട് അർച്ചന, കൂവളമാല സമർപ്പണം, പിൻവിളക്കിൽ എണ്ണ, ജലധാര എന്നിവയിൽ നമുക്ക് സാധിക്കുന്നത് നടത്തുക. പകൽ മുഴുവൻ ഉപവാസമാണ് നല്ലത്. അതിന് സാധിക്കാത്തവർ ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നേതിച്ചോറുണ്ണാം. അന്ന് എണ്ണ തേച്ച് കുളി പാടില്ല. സന്ധ്യയ്ക്ക് മുൻപായി കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തി പ്രദോഷ പൂജ, ദീപാരാധന ഇവയിൽ പങ്കുകൊള്ളേണ്ടതാണ്. ഭഗവാന് കരിക്ക് നേദിച്ച് അതിലെ ജലം സേവിക്കുക. അവിലോ മലരോ പഴമോ കഴിച്ച് ഉപവാസം അവസാനിപ്പിക്കാവുന്നതാണ്. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന വെള്ളനേദ്യം കഴിക്കാവുന്നതാണ്. പ്രദോഷവ്രതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കഥയുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പാലാഴി മഥന സമയത്ത് മന്ദരപർവ്വതത്തെ മത്തായും വാസുകിയെ കയറാൻ ഉപയോഗിച്ച് ദേവന്മാരും അസുരന്മാരും പാലാഴി കടയുന്ന ആ സമയത്ത് വാസുകിക്ക് ഛർദ്ദിൽ വരികയാണ്. വായൊക്കെ ഇങ്ങോട്ട് തുറന്ന് കണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളുകയാണ്. ആ സമയത്ത് കാളകൂട വിഷം പുറത്തേക്ക് വരാൻ ഇങ്ങനെ തുടങ്ങുകയാണ്. ഈ സമയം 14 ലോകങ്ങളും ഉള്ള മനുഷ്യരും സർവചരാചരങ്ങൾക്കും ശ്വാസം മുട്ടി എന്നാണ് പറയുന്നത്. പ്രകൃതി നിശ്ചലമാകാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയി. ആ സമയത്ത് വാസുകി ഛർദ്ദിച്ചാൽ ഈ ലോകം മുഴുവനും നശിക്കും. കാരണം അത്ര കൊടിയ വിഷമാണത്, അല്ലേ? എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് എല്ലാവരും ഇങ്ങനെ പകച്ചു നിൽക്കുന്ന സമയത്ത് ഈ ലോകത്തെ രക്ഷിക്കാനായി മഹാദേവൻ തൻ്റെ തൃക്കൈയിൽ ആ കാളകൂട വിഷം ഏറ്റുവാങ്ങുകയും ആ വിഷത്തെ തൻ്റെ കണ്ടത്തിലേക്ക് സ്വീകരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ മഹാദേവന് വല്ലാത്ത തളർച്ച അനുഭവപ്പെട്ടു. ഭഗവാൻ പാർവതി ദേവിയുടെ മടിയിൽ തല വെച്ച് കിടന്നുറങ്ങാൻ തുടങ്ങി.
ഈ സമയത്ത് സകല ദേവീദേവന്മാരും, ഗന്ധർവന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ, സപ്തർഷികൾ എല്ലാവരും ഭഗവാന്റെ ചുറ്റും കൂടി നിന്ന് പഞ്ചാക്ഷരി ജപിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ നിദ്രയിൽ നിന്ന് ഉണർന്നു. അതൊരു ത്രയോദശി തിഥിയിലെ സന്ധ്യാസമയമായിരുന്നു. ഈ സന്ധ്യാസമയത്തെയാണ് പ്രദോഷം എന്ന് പറയുന്നത്. ഉണർന്നെഴുന്നേറ്റ ഭഗവാൻ പാർവതി ദേവിയെ സന്തോഷിപ്പിക്കാനായി ആനന്ദ നടനം ആടി എന്നാണ് വിശ്വാസം. തന്റെ പതിയുടെ വിഷമതയിൽ അതീവ ദുഃഖിതയായിരുന്ന പാർവതി ദേവി അതീവ സന്തോഷവതിയായി കാണപ്പെട്ടു. ഗന്ധർവന്മാർ പാട്ടുപാടി, സരസ്വതി ദേവി വീണമീട്ടി, അപ്സരസ്സുകൾ നൃത്തം ചെയ്തു, ദേവന്മാർ, മുനിമാർ എല്ലാവരും മഹാദേവനെ വാഴ്ത്തി സ്തുതിച്ചു. അങ്ങനെ എല്ലാവർക്കും ആ സന്തോഷമുള്ള ആ സന്ധ്യാസമയമാണ് പ്രദോഷ സന്ധ്യാകാലം. ഈ പ്രദോഷ സന്ധ്യാസമയത്ത് ആര് എവിടെ ഇരുന്ന് നമഃ ശിവായ മന്ത്രം ജപിച്ചാലും അവിടെ സകല ദേവതാ സാന്നിധ്യം ഉണ്ടാവുകയും അവരുടെ എല്ലാം അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. അത്രമാത്രം പ്രാധാന്യമുണ്ട് ഓരോ പ്രദോഷ സന്ധ്യാകാലവും. വ്രതം അനുഷ്ഠിച്ചാലും ഇല്ലെങ്കിലും ലോകത്തിന്റെ ഏതൊരു കോണിൽ ഇരുന്നിട്ടായാലും ഈ സമയത്ത് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക, പഞ്ചാക്ഷരി ജപിക്കുക ഒക്കെ ചെയ്യുന്നവർക്ക് ആ ഭഗവാന്റെ മാമഹേശ്വരന്മാരുടെ, ശിവപാർവതിമാരുടെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകുക തന്നെ ചെയ്യും.